നിർഭൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. നിർഭൻ, ഈ അവഗണന ഇനി ഒരു രീതിയിലും സഹിക്കില്ലെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ മനുഷ്യചങ്ങല കേരളം ഒന്നായി തന്നെ മാറി മനുഷ്യചങ്ങല ഒരു മനുഷ്യമതിലായി തന്നെ മാറുന്നൊരു കാഴ്ചയിലെ കണ്ടത്. ഇത് മോദി സർക്കാരിന് ഒരു താക്കീതായി തന്നെ പ്രതിഷേധ ഭാറിയിൽ എന്തായിരുന്നു ഇന്നലത്തെ കാഴ്ചകൾ? കീർത്തി, തീർച്ചയായും ഒരു സമരചരിത്രത്തിൽ, കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ പുതു അധ്യായം എഴുതിയ ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയുടെ ചരിത്ര നിമിഷങ്ങൾക്കൊപ്പം കേരളം സാക്ഷിയായിരുന്നു. കൈരളി ന്യൂസും അതിനൊപ്പം സഞ്ചരിച്ചതാണ്. ഇന്നലെ രാവിലെ മുതൽ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രതിപക്ഷ സംഘടനകൾ അടക്കം ഡിവൈഎഫ്ഐ സമരത്തിന് സ്വാഗതം ചെയ്തിരുന്നു. കാരണം പൊതുവായ ആവശ്യമാണ് കേരളം മുന്നോട്ട് വച്ചത്. നാം നേടിയെടുത്ത നേട്ടം, പുരോഗതി, തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ, ഭാവി കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിന് നാം കൈവരിക്കേണ്ട സാമ്പത്തിക മൂലധനം, ഇതൊക്കെ തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇതിനൊക്കെ തന്നെ വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായി കേരളത്തെ അവഗണിക്കുന്നു. തൊഴിലില്ലായ്മ എന്ന വലിയ ഗുരുതരമായ പ്രശ്നം, കേന്ദ്രത്തിൻ്റെ നിയമന നിരോധനം, റെയിൽവേ രംഗത്ത് തുടർച്ചയായി കേരളത്തെ അവഗണിക്കുന്നു. ബദൽ പദ്ധതികൾ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാത ഇരട്ടിപ്പിക്കൽ എന്ന പരിഹാരമില്ലാതെ, ബദൽ ലൈൻ ഇല്ലാതെ പൂർണ്ണമായി കേരളത്തിൻ്റെ റെയിൽവേ ലൈനിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ട്രെയിനുകൾ അനുവദിക്കുന്നില്ല. യാത്രാ ദുരിതം കൂടുതൽ രൂക്ഷമാകുന്നു. വന്ദേ ഭാരത് ആണ് ഏക പരിഹാരമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. അതിന് പ്രതിപക്ഷവും പിന്താങ്ങി. പക്ഷേ വന്ദേ ഭാരതിൻ്റെ 2 ട്രെയിനുകൾ കേരളത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ മറ്റു ട്രെയിനുകളെല്ലാം പെരുവഴിയിലായി, യാത്രക്കാർ ദുരിതത്തിലായി. ഒപ്പം തന്നെ കേന്ദ്രം പൂർണ്ണമായി കേരളത്തെ സാമ്പത്തികമായി അവഗണിക്കുന്നു. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു മനുഷ്യർക്കും വിയോജിപ്പ് ഉണ്ടെന്ന് കരുതുന്നില്ല. ആ 3 മുദ്രാവാക്യങ്ങളാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ചത്. അതിന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പിന്തുണ നൽകി. ജനം ഒഴുകി തെരുവിലേക്കെത്തി. 4:30 നടത്തിയ ട്രെയിൽ റണ്ണിൽ തന്നെ മനുഷ്യക്കോട്ടയായി മാറിയിരുന്നു. അത് അപ്പോൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വൻ വിജയമായി മാറുകയാണ് ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല. കൃത്യം 5 മണിക്ക് തന്നെ മതിൽ തീർത്ത് കേരളം ഒറ്റക്കെട്ടായി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ നിലവിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമാണ് ആദ്യ കണ്ണിയായത്. അവസാനം രാജ്ഭവന് മുന്നിൽ 651 കിലോമീറ്റർ പിന്നിട്ടാണ് രാജ്ഭവന് മുന്നിലെ കോട്ട അവസാനിച്ചത്. അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റ് ഇ.പി. ജയരാജനാണ് അവസാന കണ്ണിയായത്. നേരത്തെ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പ്രതിഷേധം ഇരമ്പിയാർക്കുകയായിരുന്നു. കേരളത്തിൻ്റെ പദ്ധതികളെ തകർക്കുക, പുരോഗതിയെ തകർക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. അതിന് നിന്നുകൊടുക്കാൻ കേരളം തലകുനിക്കാൻ തയ്യാറായി അല്ല എന്ന് കേരളത്തിൻ്റെ യുവത വിളിച്ചു പറയുന്നു. ഒപ്പം തന്നെ ബാലവൃദ്ധം ജനങ്ങളും ഈ സമരത്തിനൊപ്പം അണിനിരന്നു. സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, വിവിധ മേഖലയിൽ തൊഴിലാളികൾ, ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അധ്യാപകർ, അങ്ങനെ എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഈ ഡിവൈഎഫ്ഐയുടെ സമരത്തെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ ഡിവൈഎഫ്ഐ പോലെ ഒരു സംഘടനയ്ക്ക് മാത്രം കഴിയുന്ന കരുത്താണ് എന്ന് മറ്റ് സംഘടനകൾക്കും അംഗീകരിക്കേണ്ടി വന്നു. 1987 മനുഷ്യച്ചങ്ങല എന്ന ബദൽ സമരമാർഗം ഇന്ത്യയിൽ ആദ്യമായി ആവിഷ്കരിക്കുന്നത് ഡിവൈഎഫ്ഐ ആണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിലടക്കം ഇടം പിടിച്ച സമരരൂപമാണ്. അന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, മുൻ മന്ത്രിയും ഒപ്പം തന്നെ CPM-ൻ്റെ നേതാവും ഒക്കെ ആയിട്ടുള്ള എം വിജയകുമാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഊർജ്ജം ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്ന് ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും സംസ്ഥാന നേതാക്കളും തെളിയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രാഷ്ട്രീയ എതിരാളികൾക്ക് കൂടി അംഗീകരിക്കേണ്ടി വരും. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയാണ്. 5800 കോടി രൂപയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കാനുള്ളത്. അത് ലഭിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കും. 7.5 വർഷം കൊണ്ട് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ 1,07,000 കോടി രൂപ കേരളത്തിന് ലഭിക്കാനുണ്ട്. അർഹമായ വിഹിതമാണ്. അത് ലഭിച്ചാൽ തന്നെ മുടങ്ങാതെ നമുക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയും. ഈ പറഞ്ഞ 1600 നിന്ന് ഈ സർക്കാർ അവസാനിക്കുമ്പോൾ 2500 രൂപ മുടങ്ങാതെ ഈ പറഞ്ഞ ജനങ്ങൾക്ക് മുഴുവൻ നൽകാൻ കഴിയും. എല്ലാവർക്കും ലൈഫ് വഴി വീട് നൽകാൻ കഴിയും. ഉച്ചഭക്ഷണം വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിയും. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം കൃത്യമായി നൽകാൻ കഴിയും. അങ്ങനെ എല്ലാ തരത്തിലും ക്ഷേമപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ. ദേശീയപാതയുടെ വികസനത്തിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രമാണ് സംസ്ഥാനത്തിൻ്റെ വിഹിതം നൽകുന്നത്, കേരളമാണ്. അത് കിഫ്ബിയിൽ നിന്ന് കടമെടുക്കാനുള്ള ഇതിനെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുകടമായി മാറ്റുന്നു. കേന്ദ്ര സർക്കാരിന് നൽകേണ്ട തുക സംസ്ഥാനം നൽകുമ്പോൾ പോലും അതുപോലും ഈ പറയുന്ന കിഫ്ബി എന്ന പദ്ധതിക്ക്
ഉള്ളിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല, പൊതുകടമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ എങ്ങനെയെല്ലാം സാമ്പത്തികമായി തകർക്കാം എന്ന് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുമ്പോൾ അതിനൊപ്പം കിട്ടിയ വടിയെല്ലാം എടുത്ത് സർക്കാരിനെ പ്രഹരിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷമായി കേരളത്തിലെ പ്രതിപക്ഷം മാറുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിനെതിരെ ഉള്ളൊരു താക്കീത് കൂടിയാണ് ഈ സമരം. ഓരോ ചോദ്യങ്ങളുടെ അമ്പും ചെന്ന് തറയ്ക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് നേരെയാണ്. കാരണം ഇത്തരത്തിൽ ജനം തെരുവിലിറങ്ങുമ്പോൾ നിങ്ങൾ എവിടെയാണ് എന്ന ചോദ്യം വി.ഡി. സതീശനോടും UDFന്റെ നേതാക്കളോടും കേരളത്തിലെ ജനങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഈ സമരം നൽകുന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൻ്റെ സ്വീകാര്യതയാണ് 20 ലക്ഷം ജനങ്ങൾ 651 കിലോമീറ്റർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ എത്തിച്ചേർന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കീർത്തി, നിർഭൻ, ഒപ്പം തന്നെ ഈ പ്രേക്ഷകർക്ക് തന്നെ യൂട്യൂബിലൊക്കെ നമ്മളോടൊപ്പം സജീവമായി തന്നെയുണ്ട്. അവരൊക്കെ തന്നെ ഈ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിച്ചപ്പോൾ മുതൽ ഈ മനുഷ്യചങ്ങലയെ പിന്തുണച്ചുകൊണ്ടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഒക്കെ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. അതിൽ ബഷീർ KH പറയുന്നത് മനുഷ്യചങ്ങലയെ സ്നേഹമതിലായി തീർത്ത് ചരിത്രം സൃഷ്ടിച്ച DYFIക്കും ഒപ്പം തന്നെ കേരള ജനതയ്ക്കും അഭിവാദ്യങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ DYFI നേതാക്കളുടെ ഒരു സംഘാടന മികവ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നിർഭൻ അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു, നിർഭനും സംഘവും ഒക്കെ തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ കാര്യങ്ങൾ നടന്നു എന്ന് തന്നെ വേണ്ടേ പറയാൻ. അവരുടെ ഒരു സംഘാടനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും കീർത്തി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്താ സംഘം രാവിലെ നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രനും ഒപ്പം ഞാനും ഒക്കെ തന്നെ നമ്മുടെ ബ്യൂറോയിലെ റിപ്പോർട്ടർമാർ ബിജിനും അനുരാഗും ഒക്കെ ടീമായി ഷീജയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇത് കവർ ചെയ്യാൻ തലസ്ഥാനത്തുണ്ടായിരുന്നു. അങ്ങ് കാസർഗോഡ് മുതൽ നമ്മുടെ സിജു കണ്ണൻ റിപ്പോർട്ടർ മുതൽ കണ്ണൂർ സന്തോഷ്, അങ്ങനെ ഓരോ ജില്ലകളിലും മധ്യ കേരളത്തിലെ സാലി മുഹമ്മദ്, അങ്ങനെ എല്ലാ പ്രദേശത്തും നമ്മുടെ ഈ റിപ്പോർട്ടർമാർ സജീവമായി ഇത് റിപ്പോർട്ട് ചെയ്യാൻ തത്സമയം സംപ്രേഷണം ചെയ്യാൻ ഉണ്ടായിരുന്നതാണ്. DYFIയുടെ നേതാക്കളുമായി നമ്മൾ രാവിലത്തെ GMK ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ സെഗ്മെൻറ്റിൽ തന്നെ അവർ നമുക്കൊപ്പം ചേർന്നിരുന്നു. അവർ ഉയർത്തിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം 10 ലക്ഷം പേരെ DYFI പ്രവർത്തകരായി പങ്കെടുപ്പിക്കാൻ കഴിയും എന്നതാണ് ഈ സമരം ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിൽ DYFI തീരുമാനിച്ചിരുന്നത്. പക്ഷേ ബഹുജനങ്ങളുടെ പങ്കാളിത്തം കൂടി വരുമ്പോൾ അത് 20 ലക്ഷമായി വർദ്ധിക്കും എന്ന് DYFI കണക്ക് കൂട്ടി. ആ കണക്കുകൂട്ടലിൻ്റെ ആത്മവിശ്വാസം അവർ കൈരളി പ്രേക്ഷകരോട് പങ്കുവച്ചതാണ്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V. വസീഫും അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറി VK സനോജും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പറഞ്ഞു വലിയ തരത്തിലുള്ള വിജയമായി മാറും, മാധ്യമങ്ങൾക്ക് ഇത് അംഗീകരിക്കേണ്ടി വരും എന്ന് അവർ രണ്ടുപേരും വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ കൈരളി ന്യൂസിനോട് പറഞ്ഞു.